ശരി. അപ്പോൾ അങ്ങനെ ബാഹ്യാഭ്യന്തര ശൗചം. ഇനി ശുചി എന്നുള്ളതിന് വളരെ സവിശേഷമായൊരർത്ഥം ഭഗവാൻ ഭാഷ്യകാരൻ ഗീതയുടെ ഭാഷ്യത്തിൽ 6-ാം അധ്യായ ഭാഷ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് പാലിക്കുന്നവനാണ് ശുചി എന്ന് പറയും. അവിടെ കുളിയൊന്നും അല്ല പറഞ്ഞത്, കുളിയും കുറിയിടലൊന്നും അല്ല പറഞ്ഞത്. പറയുന്നത് പാലിക്കുന്നവനാരോ അവൻ ശുചി. പറയുന്നത് പാലിക്കാതിരുന്നാൽ അശുചി. പാലിക്കാവുന്നത് പറയുക, പറയുന്നത് പാലിക്കുക, അവനാണ് ശുചി. സത്യനിഷ്ഠ. ആർക്ക് സത്യനിഷ്ഠയുണ്ടോ അയാൾ ശുചി. ഇങ്ങനെ അനേക അർത്ഥങ്ങൾ ശുചി ശബ്ദത്തിന് പറയാം. അപ്പം നമ്മൾ ശുചിയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു സാധകനെ സംബന്ധിച്ച് അവൻ ശുദ്ധിയുള്ളവനാവണം. ഈ ശുദ്ധി പ്രത്യേകം ശ്രദ്ധിക്കുക. ബാഹ്യമായ ശുദ്ധി ഒന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കണം. ബാഹ്യമായ ശുദ്ധി വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല, അതൊക്കെ ആവശ്യമാണ്. എന്നാൽ സൂക്ഷ്മതലത്തിലേക്ക് പോകും തോറും അതൊക്കെ അപ്രസക്തമായി തീരും, അപ്രസക്തമായി തീരും. ആ ആ സന്യാസിമാര് എന്ത് മൂത്രം കുടിക്കണതോ? അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. സന്യാസിമാര് മൂത്രം കുടിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, ഒരിടത്തുമില്ല. എന്നാൽ പലപ്പോഴും നമുക്ക് പറ്റുന്ന കുഴപ്പം, നമ്മൾ സന്യാസി, യോഗി തുടങ്ങിയിട്ടുള്ള പദങ്ങളെ വേർതിരിക്കുന്നതിൽ പലപ്പോഴും പരാജയപ്പെടും. യോഗിയെ സംബന്ധിച്ച് തന്നെ അനേക പ്രകാരത്തിൽപ്പെട്ട യോഗചര്യകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യോഗം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമല്ല, അങ്ങനെ അനേക ചര്യകളിൽ പല വിധാനങ്ങളുണ്ട്. അതിൽ ഹഠയോഗത്തിൻ്റെ ചില പ്രത്യേക വഴികളിൽ, എല്ലാവർക്കും അല്ല, അവർ ചില സമ്പ്രദായങ്ങളിൽ മൂത്രപാനം എന്നുള്ളതുണ്ട്. ശിവാംബുപാനം, വജ്രോലി, അങ്ങനെയുള്ള സമ്പ്രദായക്കാർ മൂത്രം കുടിക്കണം. അത് സന്യാസമായിട്ട് യാതൊരു ബന്ധവുമില്ല. കുടിക്കുന്നത് നല്ലതാ, കുടിക്കുന്നവർ കുടിച്ചോട്ടെ. സന്യാസമായിട്ട് ബന്ധിപ്പിക്കണ്ട. അതെ അതെ, ഹഠയോഗത്തിൽ തന്നെ പൂർണ്ണമായിട്ടില്ല. എല്ലാ ഹഠയോഗികളും മൂത്രം കുടിക്കുന്നില്ല. മൂത്രം കുടിക്കണമെന്നോ കുടിക്കണ്ടെന്നോ പറഞ്ഞിട്ടില്ല, അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഹഠയോഗത്തിൻ്റെ ഒരു സമ്പ്രദായത്തിൽ, ഒരു ചര്യയിൽ മൂത്രപാനം ചെയ്യുന്നവരുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യും എന്നർത്ഥമില്ല, ചെയ്യണം എന്ന് വിധിയുമില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണം മനസ്സിലാക്കിയിട്ട് അവർ ചെയ്തോട്ടെ. ധാരാളം പേര് ഇന്നിപ്പോൾ മൂത്ര ചികിത്സയൊക്കെ വളരെ വ്യാപകമാണ്, വളരെ വ്യാപകമാണ്. ഇന്ന് മൂത്ര ചികിത്സ വളരെ വ്യാപകമാണ്. പല ചികിത്സകളും ചെയ്ത് മാറാത്ത വ്യാധിയോട് കൂടിയവർ മൂത്ര ചികിത്സ ചെയ്ത് രോഗം മാറിയത് നമ്മൾ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. നമ്മൾ വളരെ അടുപ്പമുള്ള ഒരാളുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ബാബുഭായ് ഠക്കർ എന്നായിരുന്നു. അദ്ദേഹം അമേരിക്കയിലായിരുന്നു, വലിയൊരു ബിസിനസ്സൊക്കെ ആയിട്ട് ഡാലസിലായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷാഘാതം വന്നു അമേരിക്കയിൽ നിന്ന് ഒരുപാട് ചികിത്സ ചെയ്തു, ഒരു മാറ്റമില്ല. അദ്ദേഹം വന്ന് പിന്നെ ഡൽഹിയിൽ AMSലായിരുന്നു. അവിടുന്ന് യാതൊരു മാറ്റവും ഇല്ലാതെ വന്നു. അദ്ദേഹത്തിൻ്റെ വീട് ഗുജറാത്തിൽ ഖേഡ ജില്ലയിലാണ്. അങ്ങനെ അദ്ദേഹം ബറോഡയിലുള്ളൊരു മൂത്ര ചികിത്സാലയത്തിൽ പോയി 6 മാസം കൊണ്ട് കൂട്ടപ്പനായിട്ട് ആശ്രമത്തിലേക്ക് നടന്നു വന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഒരു 8-10 കൊല്ലം പിന്നെയും ജീവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആളില്ല, മരിച്ചു. വളരെ വ്യാപകമാണ്. അത് ചെയ്യണവർ ചെയ്തോട്ടെ, ചെയ്യാത്തവർ ചെയ്യണ്ട. അതിൻ്റെ ഗുണവും ദോഷവും നമുക്ക് അറിയാത്തവർ അതിനെക്കുറിച്ച് അഭിപ്രായവും പറയണ്ട. നമുക്കറിയാത്തതൊക്കെ തെറ്റെന്ന് പറയുന്ന മനോരോഗം നമുക്കുണ്ടാവരുത്. തെറ്റാട്ടോ എന്നൊന്നും പറഞ്ഞേക്കരുത്.
നമുക്കറിയില്ല, അറിയാത്ത വിഷയങ്ങളെക്കുറിച്ച് അറിയില്ല എന്ന് പറയാനുള്ള അറിവ് നമുക്കുണ്ടാവണം. അതെ അതെ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് വെച്ചാൽ കുടിക്കുക തന്നെ. പക്ഷെ കുടിക്കുന്നവർ ശ്രദ്ധിക്കണം, അതിൻ്റെ വിധി പാലിച്ചോളണം. രാത്രി ഉറക്കമൊഴിയുന്നവർ കുടിക്കരുത്, രാസ മരുന്നുകൾ കഴിക്കുന്നവർ കുടിക്കരുത് എന്നൊക്കെ വിധിയുണ്ട്. രാസമരുന്നുകൾ, ഗുളികകൾ, കെമിക്കൽ ഡ്രഗുകൾ കഴിക്കുന്നവരാരും മൂത്രപാനം ചെയ്യാൻ പാടില്ല. അതുപോലെ ഉറക്കം ഒഴിയുന്നവർ മൂത്രപാനം ചെയ്യാൻ പാടില്ല. ഈ മൂത്രപാനത്തിൻ്റെ പ്രത്യക്ഷ ഫലം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും. നല്ല തല്ല് കിട്ടിയാൽ ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചാൽ ആ ക്ഷതങ്ങളൊക്കെ തീരും ഉള്ളിലുള്ള. അതെ അതെ, ശരി, അതേതായാലും തർക്കമില്ല, നല്ലത് തന്നെ. അപ്പം ശുചി പറയുന്നത് പാലിക്കുന്ന ആൾ, അതാണ് ശുചി. അല്ലാത്ത പക്ഷം ആർക്കായാലും ക്ലേശങ്ങളുണ്ടാവും. മനസ്സിനൊരു അല്ലലുണ്ടാവുമ്പോൾ അയ്യോ ചെയ്യേണ്ടത് ചെയ്തില്ലല്ലോ, പറഞ്ഞത് പാലിച്ചില്ലല്ലോ എന്നുള്ളൊരു ക്ലേശം മനസ്സിലുണ്ടാവുമ്പോൾ ആർക്കായാലും മനസ്സ് ശാന്താവില്ല. അതുകൊണ്ട് ശുചിയായിരിക്കണം സാധകൻ. ശുചി. അടുത്തത് തീർത്തും സ്ഥൂലമായിരിക്കുന്ന വർണ്ണനയാണ്. സമ ഗ്രീവശിര ശരീര. അത് തീർത്തും ബാഹ്യമായിരിക്കുന്നത് തന്നെയാണ്. ആസന പരിശീലനം ചെയ്യുന്ന പ്രാഥമിക തലത്തിലുള്ള സാധകൻ വളരെ ശ്രദ്ധിച്ച് നീണ്ടു നിവർന്നിരിക്കാൻ പഠിക്കണം, നിർബന്ധമാണ്. സമം കായ ശിരോഗ്രീവ ധാരയൻ അചലം സ്ഥിര സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ എന്ന് ഭഗവത്ഗീത ഇതിനെ അനുവാദം ചെയ്യും. നട്ടെല്ല്, കഴുത്ത്, ശിരസ് എന്നിവയെ നേർരേഖയിൽ സമമാക്കിയിട്ട്. അല്ലെങ്കിലും ഈ സാധനം അധികം വളയരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് എപ്പോഴും നട്ടെല്ല് നല്ല നിവർന്ന് തന്നെ ഇരിക്കണം. അതിൻ്റെ അർത്ഥം തമാശ രൂപത്തിൽ പറഞ്ഞതാണെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. കണ്ടവൻ്റെ മുമ്പിലൊക്കെ കുനിച്ച് ശീലിക്കരുത്. അമ്മയുടെ മുമ്പിൽ കുനിയണം, അച്ഛൻ്റെ മുമ്പിൽ കുനിയണം, ആചാര്യന്മാരുടെ മുമ്പിൽ കുനിയണം. കണ്ടവൻ്റെ മുമ്പിൽ മുഴുവൻ കുനിയാൻ പാടില്ല. അത് പ്രത്യേകം ഓർമ്മിക്കുക. അപ്പം ഇവിടെ സമഗ്രീവശിര, ഗ്രീവം കഴുത്ത്, ശിരസ് കണ്ഠത്തിന് മുകളിലുള്ള, അതായത് തല, ശരീര, ഇങ്ങനെ നീണ്ടു നിവർന്നിരുന്ന് അനുസന്ധാനം ചെയ്യണം. എന്തനുസന്ധാനം ചെയ്യണം പിന്നെ പറയാൻ പോകുന്നുണ്ട്. അപ്പം അനുസന്ധാനത്തിനുതകുന്ന ബാഹ്യ സാഹചര്യങ്ങളെ, ശരീരത്തിൻ്റെ അനുകൂലതകളെ നേടിയെടുക്കുക. ആദ്യം സാഹചര്യത്തിൻ്റെ അനുകൂലത നേടി, പിന്നെ ആസനത്തിൻ്റെ അനുകൂലത നേടി, പിന്നെ ദേഹത്തിൻ്റെ അനുകൂലത നേടുന്നു. കാരണം ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ്. മനസ്സിൻ്റെ നിയമനത്തിന് ഉതകുന്ന ശരീര ഇന്ദ്രിയ അവസ്ഥകൾ നേടണം. ഇവിടെ ആവർത്തിച്ച് നമ്മൾ ഇതൊക്കെ സാധകൻ്റെ തലത്തിലാണെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും മറക്കാത്ത സംഭവം പലപ്പോഴും പറയാറുണ്ട്. ഇവിടെ നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. കാരണം നമ്മൾ പലപ്പോഴും ഒത്തുകൂടുന്നവരാണ്. അത്രയും ഹൃദയത്തിൽ കോറിയിട്ടതായതുകൊണ്ട് ആവർത്തിക്കാറുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുൻപുള്ളൊരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സന്യാസത്തിനൊക്കെ മുമ്പുള്ളൊരു സംഭവം. ഒരു 38 വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ കറങ്ങി നടക്കണ കാലം ദില്ലി റെയിൽവേ സ്റ്റേഷനിലെത്തി.
38 വർഷങ്ങൾക്ക് മുമ്പുള്ള ദില്ലി റെയിൽവേ സ്റ്റേഷനാണ്. ബഹളം എന്ന് പറഞ്ഞാൽ ബഹളം. കടല കച്ചവടക്കാർ, ചായ കച്ചവടക്കാർ, 10-13 പ്ലാറ്റ്ഫോമുകളിൽ വണ്ടി, കരിവണ്ടികൾ, ഡീസൽ വണ്ടികളൊക്കെ ഉണ്ട്. കരിവണ്ടികളുടെ കൂക്കി വിളികൾ, പിന്നെ ഡീസൽ വണ്ടികളുടെ ബഹളം, യാത്രക്കാരുടെ ബഹളം. ബഹളത്തോട് ബഹളം. അവിടെ 5-6 പ്ലാറ്റ്ഫോമുകളിലാണ്. അതിൻ്റെ മധ്യത്തിൽ ഒരു സിമൻറ്റ് ബെഞ്ചിൽ ഒരു കാഷായ വസ്ത്രധാരിയായ ഒരു മഹാപുരുഷൻ ഇരിക്കുന്നുണ്ട്. ആരാന്നറിയില്ല, അതിന് മുമ്പ് കണ്ടിട്ടില്ല, അതിന് പിന്നിലും കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ പ്രകാശം, അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ ആഴം ബാഹ്യമായ ആഴമല്ല പറഞ്ഞത്, അത്ഭുതമാണ്. കണ്ടാൽ തോന്നുക ഏതോ ഏകാന്ത ഗിരിഗുഹയിലിരുന്ന് ധ്യാനിക്കാൻ തോന്നും. ഈ ലോകമേ ഇല്ല. അപ്പം അത് കണ്ടപ്പോൾ അന്ന് നമ്മൾ സന്യാസ ദീക്ഷയും സ്വീകരിച്ചിട്ടില്ല, എങ്കിലും കളറൊക്കെ കൊടുത്തിട്ടാണ് നടക്കണത്. അറിയാതെ പോയി ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. ആരാന്നൊന്നും അറിയില്ല. ദീർഘദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ അദ്ദേഹം ഒന്ന് നോക്കി, വളരെ പതിയ ശബ്ദത്തിൽ പറഞ്ഞു, കർമ്മണ്യ അകർമ്മയ പശ്യേത് അകർമ്മണിച്ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്ത കൃഷ്ണകർമ്മകൃത്. ഇതിനൊന്നും മിണ്ടില്ല. ഇന്നങ്ങനെ പരിചയമുള്ള ഒരാളാണെന്നൊരു തോന്നൽ വേണ്ടേ? ഞാൻ ഇയാളുടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു എന്നൊരു ചിന്ത വേണ്ടേ? ഒന്നുമില്ല. അത് പഴയ പോലെ തന്നെ, ഒരു മാറ്റമില്ല. കുറച്ചു നേരം അവിടെ നിന്നു, ഒന്നും കൂടി നമസ്കരിച്ചു, പോയി. അതിപ്പോഴും ഓർമ്മിക്കുകയാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം വലിയ അർത്ഥ. കർമ്മത്തിൽ ആരാണോ അകർമ്മത്തെ കാണുന്നത്, അകർമ്മത്തിൽ ആരാണോ കർമ്മത്തെ കാണുന്നത്, അവനാണ് മനുഷ്യന്മാരിൽ വെച്ച് ബുദ്ധിമാൻ. അവൻ യുക്തനാണ്, സമാഹിതനാണ്, ചേർന്നവനാണ്. അവൻ കൃത്സ്നകർമ്മകൃത്, എല്ലാം ചെയ്തു കഴിഞ്ഞവനാ. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞ കൃതകൃത്യനാണ്. അവൻ മനുഷ്യന്മാരിൽ ബുദ്ധിമാൻ, അവൻ യുക്തൻ, അവൻ കൃതകൃത്യൻ. ആര് കർമ്മത്തിൽ അകർമ്മത്തെ കാണുന്നുവോ, ആര് അകർമ്മത്തിൽ കർമ്മത്തെ കാണുന്നുവോ അവൻ. അപ്പൊ ചിന്തിക്കൂ, ബാഹ്യമായി ബഹളങ്ങളുടെ മധ്യത്തിലാണ്. ആ ബഹളങ്ങളുടെ മധ്യത്തിൽ ഏകാന്ത പ്രശാന്തമായ സ്ഥാനത്തിൽ ഉറച്ചിരിക്കുകയാണ്. ഇനി വേറൊരാളോ ഏകാന്തദേശത്ത് പോയിട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. അതെ, ചിന്തിക്കുക. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമഗ്രീവ ശിരശരീര. അടുത്തത് അത്യാശ്രമസ്ഥ. ഇത് കുറച്ച് വിഷമം തന്നെയാണ്. ലക്ഷ്യാർത്ഥത്തിൽ പറഞ്ഞാൽ വിഷമമില്ല. ലക്ഷ്യാർത്ഥത്തിൽ പറഞ്ഞാൽ ആശ്രമങ്ങളെ അതിക്രമിച്ചവൻ, ആശ്രമത്തെ അതിക്രമിച്ചവൻ. അത് ബ്രഹ്മചാരിയാണോ, ഗൃഹസ്ഥനാണോ, വാനപ്രസ്ഥനാണോ, സന്യാസിയാണോ എന്ന് ചോദ്യമില്ല. തന്നിലുറച്ചവൻ ആശ്രമങ്ങളെ അതിക്രമിച്ചവനാണ്. എന്നാൽ മാർഗതലത്തിൽ അർത്ഥം പറയുമ്പോൾ ആശ്രമാൻ അതീത്യ വർത്തതേതി അത്യാശ്രമസ്ഥ. രണ്ടർത്ഥം വരും. ഒന്ന്, സമ്പൂർണ്ണ ആശ്രമ വ്യവസ്ഥകളെ അതിക്രമിച്ചവൻ, അവധൂത സ്ഥിതിയിലേക്ക് ഉയർന്നവനാണ്. രണ്ട്, അതിയായ ഉച്ചമായ ആസനത്തിൽ സന്യാസത്തിൽ വർത്തിക്കുന്നവൻ. ഭഗവാൻ ഭാഷ്യകാരൻ അത്യാശ്രമി ശബ്ദത്തിന് സന്യാസി എന്നാണ് പലയിടങ്ങളിലും അർത്ഥം പറയുക. സന്യാസി, ഇതൊക്കെ ശരിയാണ് ഭാഷാപരമായിട്ട്.
ആശ്രമങ്ങൾ ഓരോന്നും, ഇന്നിപ്പോൾ ആശ്രമം എന്നുള്ള വാക്ക് തന്നെ വളരെ തെറ്റിദ്ധരിക്കണ വാക്കാ അല്ലേ? ഇന്ന് പലപ്പോഴും ആശ്രമം എന്ന് പറഞ്ഞാൽ സന്യാസി താമസിക്കുന്ന ഒരിടത്തിനാണ് പലപ്പോഴും ആശ്രമം എന്ന് പറയണത്. നമ്മുടെ നാട്ടിൽ ആശ്രമങ്ങൾ വല്ലതും ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊന്നും ആശ്രമം ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീടൊക്കെ എന്താ? അപ്പോൾ സന്യാസിമാർ താമസിക്കുന്ന ഇടം എന്നാണ് പലപ്പോഴും ആശ്രമം എന്നുള്ളതിന് അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളത്. തെറ്റ്. ആ ഉപസർഗപൂർവകമായ ശ്രമ് തപസ്സി എന്ന ധാതുവിൽ നിന്നാണ് ആശ്രമ ശബ്ദം ഉണ്ടാവുന്നത്. ആ ഉപസർഗത്തിന് പൂർണ്ണമായും അതുവരെ എന്നൊക്കെയാണ് അർത്ഥം. പൂർണ്ണമായും അതുവരെ നമ്മൾ സാധാരണ ഉപയോഗിക്കാവുന്ന പദം അത്. എൻ്റെ ശരീരമാസകലം വേദന ഇല്ലേ, ആ സേതു ഹിമാചലം എന്നൊക്കെ പറയാറുണ്ട്. അതുവരെ, പൂർണ്ണമായി. അപ്പം നമ്മുടെ പൂർണ്ണമായി അഥവാ ജന്മലക്ഷ്യപ്രാപ്തി വരെ തപസ് അനുഷ്ഠിക്കാനുള്ള ഘട്ടമാണ് ആശ്രമം. ജീവിതത്തിൻ്റെ അവസ്ഥകൾ, അവിടെയാണ് ബ്രഹ്മചര്യ ആശ്രമം വരുന്നത്, അവിടെയാണ് ഗൃഹസ്ഥാശ്രമം വരുന്നത്, അവിടെയാണ് വാനപ്രസ്ഥാശ്രമം വരുന്നത്, അവിടെയാണ് സന്യാസാശ്രമം വരുന്നത്. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ആശ്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടതാണ്. നമ്മൾ ആരും ഗൃഹസ്ഥരാവരുത്, ഗൃഹസ്ഥാശ്രമികളാവണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൃഹസ്ഥരും ഗൃഹസ്ഥാശ്രമിയുള്ള വ്യത്യാസം ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. വീട്ടിൽ കഴിഞ്ഞു കൂടുന്നവൻ ആരാ? ഗൃഹസ്ഥൻ. ഗൃഹേ തിഷ്ഠതി ഗൃഹസ്ഥ. വീട്ടിൽ കഴിയുന്നവനാണ് ഗൃഹസ്ഥൻ. ആരൊക്കെ നമ്മുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? നമ്മുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? സ്വാമി, ഞാനും എൻ്റെ പത്നി അല്ലെങ്കിൽ എൻ്റെ പതി, പിന്നെ ഒരു കുഞ്ഞും, അങ്ങനെയൊക്കെയാ പലരും പറയുക. ഒരു പട്ടി, ഒരു പൂച്ച, അതും കൂടി ചിലപ്പോൾ കൂട്ടിന്ന് വരും. പക്ഷെ അത്രയേ ഉള്ളോ? അത്രയല്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഗൃഹസ്ഥന്മാരുണ്ട് നമ്മുടെ വീട്ടിൽ. ഒരു വാടക കൊടുക്കാതെ, ഒരു നികുതി അടയ്ക്കാതെ താമസിക്കുന്നവർ ഇല്ലേ? ഇല്ല, ഉണ്ട്. നമ്മളെ വീട്ടിലൊരു എലി താമസിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ എലി ആ എലിയുടെ കൂട്ടുകാരെ എന്താ വിളിക്കുക? കേശവൻ്റെ വീട്ടിൽ ഞാനൊരു കൂട് കൂട്ടി താമസിക്കുന്നുണ്ട്, നീ അങ്ങോട്ട് വരണം എന്നാണോ വിളിക്കുക? അല്ല, നിങ്ങളൊക്കെ എൻ്റെ വീട്ടിലേക്ക് ചായ സൽക്കാരത്തിന് വരണം എന്നാണോ വിളിക്കുക? എന്താ വിളിക്കുക? എലി എൻ്റെ വീട്ടിലേക്ക് എന്നാ വിളിക്കുക, അല്ലാണ്ട് കേശവൻ്റെ വീട്ടിലേക്ക് എന്നല്ല. കേശവന് നികുതി കൊടുക്കണം, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കണം, വാടക കൊടുക്കണം. എലിക്കൊന്നും വേണ്ട. ഇതുപോലെ നമ്മളും എൻ്റെ വീട് പറഞ്ഞിരുന്നിട്ട് ഒരു പ്രയോജനമില്ല. വെറുതെ വിചാരിക്കുക. മറിച്ച് ഇത് ആശ്രമമാണെന്ന തിരിച്ചറിവോടുകൂടി സദ്ധർമ്മങ്ങളെ പാലിച്ച് കഴിയണം. ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളെ പാലിച്ച് കഴിയണം. അപ്പോഴേ ഗൃഹസ്ഥാശ്രമിയാവും. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിത്യ നൈമിത്തിക കർമ്മങ്ങളെ ആചരിച്ചുകൊണ്ട് കഴിയണം. എന്തിനു വേണ്ടി? ക്രമമായി ചിത്തശുദ്ധിയെ നേടാൻ, ക്രമമായി ധർമാചരണം ചെയ്ത് ധർമ്മത്തിനുപരി എത്താൻ. ആ വാക്ക് വളരെ ശ്രദ്ധിക്കുക. ധർമാചരണം ചെയ്ത് ധർമ്മത്തിനുപരി എത്താൻ. അതിനാണ്. ധർമ്മത്തിനുപരി എത്തണമെങ്കിൽ ധർമാചരണം തന്നെയേ വഴിയുള്ളൂ. ഉപനിഷത്ത് നമ്മളോട് പറഞ്ഞു തരും, ഏവം ത്വയി നാന്യധേതോസ്തി എന്ന്. കർമാചരണങ്ങളെ ചെയ്തുകൊണ്ട് കഴിയുകയല്ലാതെ കർമ്മമണ്ഡലത്തെ അതിക്രമിക്കാൻ നിനക്ക് വേറെ വഴി ഇല്ല. അതുകൊണ്ട് ധർമ്മത്തിലൂടെ വേണം ധർമ്മത്തെ അതിക്രമിക്കാൻ. ശ്രദ്ധിക്കുക. അപ്പോൾ ആശ്രമം മുഖ്യമാണ്. അങ്ങനെ ആശ്രമ വ്യവസ്ഥയിലൂടെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിത്യാദി
ക്രമത്തിലൂടെ അതിനെ അതിക്രമിക്കുന്നവൻ. അതിക്രമിച്ചാൽ അവധൂതനായി. അഥവാ അതിയായ ഉച്ചസ്ഥമായ ആശ്രമത്തിൽ സന്യാസത്തിൽ കഴിയുന്നവൻ. സന്യാസത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ബാഹ്യമായി ഞാൻ കാവി ഉടുത്തിട്ടുണ്ട്, മൊട്ട വടിച്ചിട്ടുണ്ട്, പേര് മാറ്റിയിട്ടുണ്ട്, പൂണൂൽ ഉപേക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സന്യാസിയാണെന്ന് അർത്ഥമില്ല. ഇതൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരാൾ സന്യാസി അല്ലാന്നും അർത്ഥമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആന്തരികമായ ഭാവമാണ് ഒരാളെ സന്യാസിയാക്കുന്നത്. നമ്മൾ ഇപ്പോൾ വളരെ കുറവാണ് ഈ കാഴ്ച. മുമ്പ് കോഴിക്കോട് ജില്ലയിൽ വളരെ വ്യാപകമായി എല്ലാ ഗ്രാമങ്ങളിലും മുക്കിന് കാണുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, മിക്ക വീടുകളോടും ചേർന്ന് തേങ്ങ കൊപ്പരയാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും. അതിന് കോഴിക്കോട് ജില്ലയിൽ ചേവെന്നാണ് പറയുക. ഇപ്പം അതൊക്കെ പോയി, ഒന്നുമില്ല. ചില സ്ഥലത്തൊക്കെ ഉണ്ട്. അതൊരു കൊച്ചു കെട്ടിടാണ്. അതിന് മുകളിൽ കമുകിൻ്റെ അലക് കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ മുകളാണ് തേങ്ങ മുറിച്ചിട്ടിടുക. അടിയിൽ തീയിടും. അപ്പം അതിൻ്റെ ചൂടേറ്റ് ഇത് പാകപ്പെടും. എന്നിട്ട് പിറ്റേ ദിവസം ഇതെടുത്ത് വെയിലത്തിടും. വെയിലത്തിട്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ നാട്ടുകാർ വട്ടം ചുറ്റി ഇരുന്നിട്ട് കമുകിൻ്റെ അലക് കൊണ്ട് ചിരട്ടേന്ന് വേർതിരിക്കും. നല്ല കാഴ്ചയാണ്. അപ്പോൾ കുട്ടികളാവുമ്പോൾ കുട്ടികളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് അവരെ ചുറ്റിപ്പറ്റിന്ന് ഒരു കഷ്ണമൊക്കെ കിട്ടും. ഈ കൊപ്പരയുടെ ഒരു കഷ്ണം കിട്ടും. അത് കഴിക്കാൻ വേണ്ടി കുട്ടികളും ഉണ്ടാവും. അപ്പോൾ അതിന് പകരമായിട്ട് കുട്ടികൾ ചില സേവ ചെയ്ത് കൊടുക്കേണ്ടി വരും. ചിരട്ടയൊക്കെ എടുത്ത് കൊണ്ടിടുക, അങ്ങനെയുള്ള പണി അവരും ചെയ്യണം. അങ്ങനൊരു സഹകരണത്തിലാണ് ഈ പ്രവർത്തനം പോവുക. അപ്പം നോക്കൂ, ആദ്യം തന്നെ തേങ്ങ പറിച്ചു, പൊട്ടിച്ചു, അതിൻ്റെ വെള്ളം കളഞ്ഞു, എന്നിട്ടൊന്ന് ഉണക്കി, ഈ ചേവിന് മുകളിൽ വെച്ച് തീച്ചൂട് ഏൽപ്പിച്ചു, വീണ്ടും ഒന്നുകൂടി ഉണക്കി, എന്നിട്ട് കമുകിൻ്റെ അലക് കൊണ്ട് അത് വേർപെടുത്തുകയാണ്. കമുകിൻ്റെ നല്ല മൂർച്ചയുള്ള അലക് ഉണ്ടാക്കണം. ഇതൊക്കെ ചെയ്താലും ചെറിയ ചില കഷ്ണങ്ങളൊക്കെ ചിരട്ടയിൽ പറ്റിപ്പിടിച്ചു കിടക്കും. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുക. ഇതൊക്കെ ചെയ്തു. ഗുരുനാഥൻ്റെ അടുത്ത് പോയി. ഗുരുനാഥൻ പറഞ്ഞോടാ, നീ ഇപ്പോൾ സന്യാസത്തിനൊന്നും ആയിട്ടില്ല, നീ ഒരു മന്ത്രോപത ജപിക്കേ. ഞാൻ മന്ത്രമൊക്കെ ജപിച്ചു, എന്നാൽ കുറേ ശാസ്ത്രം പഠിക്കേ. അങ്ങനെ ശാസ്ത്രമൊക്കെ പഠിച്ചു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, നീ ശാസ്ത്രമൊക്കെ പഠിച്ചില്ലേ, എന്നാൽ ഒരു ബ്രഹ്മചര്യ ദീക്ഷ ആയി കളയാം, നിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റാം, പേരിനോടുള്ള താതാത്മ്യമൊക്കെ പോട്ടെ. അങ്ങനെ പേരിനോടുള്ള താതാത്മ്യമൊക്കെ പോയി. നീ കുറേ സേവ ചെയ്യേ, കുറേ തപസ് ചെയ്യേ. ഇതൊക്കെ ചെയ്തു. എന്നാൽ പിന്നെ സന്യാസിയായി കളയാം. ശരി, സന്യാസിയായി. നീ ഒന്നും കൂടി പേര് മാറ്റിക്കളാം. പേരിനോട് ഇടക്കാലത്ത് വന്ന താതാത്മ്യമുണ്ട്, ഈ പുതിയ പേരിനോടൊരു താതാത്മ്യം, അതും ഉപേക്ഷിച്ചു. അങ്ങനെ എന്തൊക്കെ താതാത്മ്യത്തിന് ആസ്പദമാണോ അതൊക്കെ ഉപേക്ഷിച്ചു. ഇതൊക്കെ ചെയ്താലും എന്ത് വരാം? കുറച്ച് ഒട്ടിപ്പിടിച്ച് കിടക്കാം. എൻ്റെ ആശ്രമം, ഇല്ലേ, എൻ്റെ ശിഷ്യന്മാർ, എൻ്റെ അത്, എൻ്റെ ഇത് വരാം. അഘടിത ഘടനാ പഠീയസി മായ. ഘടിക്കാത്തതിനെ ഘടിപ്പിക്കുന്നതിൽ സമർത്ഥയാണ് മായ. ഈ കുറ്റമൊക്കെ വല്യമ്മയുടെയാണ്. നോക്കണേ, അതാണ് ഈ എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ചു. അവിടെയും കുറ്റം വല്യമ്മയ്ക്ക്, അവിടെ എൻ്റെ കുറ്റാന്നല്ല. ഘടിത ഘടനാ പഠീയസി മായ ഒക്കെ വല്യമ്മേൻ്റെ തകരാറാണ്. വല്ലാത്തൊരു സാധനം അത്. അവൾ ഉണ്ടാക്കണ പൊല്ലാപ്പാണ് ഇത് മുഴുവൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇതൊക്കെ ചെയ്തിട്ട് ഒട്ടിപ്പിടിക്കലുണ്ടേ. അതുകൊണ്ടാണ് പറഞ്ഞത് സന്യാസം എന്നുള്ളത് ബാഹ്യമല്ല. ബാഹ്യമായി ഞാൻ സന്യാസിയാണെന്ന് പറഞ്ഞത് കൊണ്ട് സന്യാസി ആയിക്കൊള്ളണം എന്നില്ല. പാരമാർത്ഥിക സന്യാസം പുറമേന്ന് കാണാവുന്നതും അല്ല. ഇത് പ്രത്യേകം ഓർമ്മിക്കണം.
അതുകൊണ്ട് ഈ ആശ്രമങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന, ഇതിലുള്ള അർത്ഥശൂന്യത മനസ്സിലാക്കിയിരിക്കുന്ന, അതിനെ അതിക്രമിച്ചിരിക്കുന്ന, അത് അപ്രസക്തമായിരിക്കുന്നതാണ് വാസ്തവത്തിൽ അത്യാശ്രമസ്ഥൻ. ശ്രദ്ധിക്കുക. ഇവിടുന്ന് പാലക്കാടേക്കുള്ള വഴി പാലക്കാട് വരെയാ. പാലക്കാട് എവിടെയാണെന്നറിയില്ല, പൂജ്യം എവിടെയാണോ അവിടെ എത്തിയ അപ്രസക്തമായി അല്ലേ. കോഴിക്കോടാണെങ്കിൽ മാനാഞ്ചിറയുടെ അവിടെയാണ് പൂജ്യം. അപ്പോൾ കോഴിക്കോടേക്കുള്ള എല്ലാ റോഡും അതുവരെയുള്ളൂ, അവിടെ അപ്രസക്തമായി. പറഞ്ഞാൽ മനസ്സിലായില്ല? ആശ്രമ വ്യവസ്ഥ മുഴുവൻ എന്തിനു വേണ്ടിയാണോ അവിടെ അപ്രസക്തമായി കൊഴിഞ്ഞു വീണു. അത്യാശ്രമസ്ഥ. കാരണം ഇതിലൊക്കെ എന്തോ പ്രാധാന്യമുണ്ട് എന്ന് തോന്നുന്ന കാലത്തോളം താൻ തന്നിൽ ഉറക്കില്ല. മറ്റ് താതാത്മ്യങ്ങൾ പോകാൻ വേണ്ടി സ്വീകരിച്ച ഉപാധികളിൽ താതാത്മ്യം വരാം, ഇല്ല വരാം. മറ്റ് താതാത്മ്യങ്ങൾ പോകാൻ വേണ്ടി സ്വീകരിച്ച ഉപാധികളിൽ താതാത്മ്യം വരാം. പേര് പല പ്രാവശ്യം മാറ്റി. ഇപ്പം എന്താ പേര്? സ്വാമി ചിദാനന്ദപുരി എന്നാണ്. അതിനോട് താതാത്മ്യം. അതിനെ നാലാൾ തെറി വിളിച്ചാൽ ഉടനെ ദേഷ്യം, അതിനെ നാലാൾ പുകഴ്ത്തിയാൽ ഉള്ളുകൊണ്ടൊരു സന്തോഷം. അതെ, ഇതാണ് സ്ഥിതി. അതുകൊണ്ട് അത്യാശ്രമസ്ഥ എന്നുള്ളതിന് നല്ലപോലെ സൂക്ഷ്മമായ അർത്ഥം മനസ്സിലാക്കുക. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. സകലേന്ദ്രിയാണി നിരുദ്ധ്യ, സകല ഇന്ദ്രിയങ്ങളെയും നിരോധിച്ച്. ഇന്ദ്രിയങ്ങളെന്ന് പറയുമ്പോൾ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ചേർക്കണം. മനസ്സ് ഇന്ദ്രിയല്ലല്ലോ. മനസ്സ് ഇന്ദ്രിയല്ല, പക്ഷേ 10 ഇന്ദ്രിയങ്ങളുടെ അധ്യക്ഷനായതുകൊണ്ട് മനോനാമ ദശേന്ദ്രിയ അധ്യക്ഷ, 10 ഇന്ദ്രിയങ്ങളുടെയും അധ്യക്ഷനാണ് മനസ്സ്. അപ്പോൾ അംഗങ്ങൾ പിടിച്ചു വലിക്കുന്നിടത്തേക്ക് അധ്യക്ഷന് പോവാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മനസ്സ് ഇന്ദ്രിയ അല്ലെങ്കിലും ഇന്ദ്രിയായിട്ട് കൂട്ടണം. അപ്പോൾ ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും നല്ലതുപോലെ നിരോധിച്ചിട്ട്. എന്താ ഈ നിരോധിച്ചിട്ട് എന്ന് പറഞ്ഞ അർത്ഥം? നിയന്ത്രിച്ചിട്ട്, നിയമിച്ചിട്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. തൻ്റെ നിയന്ത്രണത്തിൽ വെച്ചിട്ട്. ഇവിടെ നിയമ്യ അല്ലെങ്കിൽ നിരുദ്ധ്യ എന്ന് പറയുന്നിടത്ത് തെറ്റിദ്ധാരണ വരാനിടയില്ല. കാരണം പദം തന്നെ നിരുദ്ധ്യ നിയമ്യ എന്നൊക്കെ പറയുമ്പോൾ, നേരെ മറിച്ച് നിഗ്രഹിച്ചിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. നിഗ്രഹിക്കുക എന്നുള്ളതിന് കൊല്ലുക എന്നൊരർത്ഥം മനസ്സിലാക്കിയാൽ പോയി അല്ലേ. പണ്ട് ഗുരുനാഥൻ സത്യോപദേശം ചെയ്യുമ്പോൾ ശിഷ്യനോട് പറഞ്ഞു, നീ ഇന്ദ്രിയങ്ങളെയൊക്കെ നല്ലപോലെ നിഗ്രഹിച്ചോളൂ കേട്ടോ, അത് ശീലിച്ചോളൂ പറഞ്ഞു. പിറ്റേന്ന് ഗുരുനാഥൻ പാടെടുക്കാൻ തയ്യാറായപ്പോൾ ശിഷ്യനില്ല. അതെ, തമാശയല്ല. നീ എന്താ പഠിക്കാൻ വരാ? ഗുരുവല്ലേ പറഞ്ഞേ, ഞാൻ ചെവി കാക്കണ്ട വിചാരിച്ചു. എന്ത് നിഗ്രഹിച്ചു? ഒന്നും അവൻ അർത്ഥം മനസ്സിലാക്കിയ. നിഗ്രഹിക്കുക പറഞ്ഞാൽ കൊല്ലുക എന്നല്ല, നിശേഷനെ ഗ്രഹിച്ച് വെക്കുകയാണ്, തൻ്റെ അധീനതയിൽ വെക്കുകയാണ്. പ്രവർത്തിക്കേണ്ടവയിലേക്ക് പ്രവർത്തിക്കാനും നിവർത്തിക്കേണ്ടതിൽ നിന്ന് നിവർത്തിപ്പിക്കാനും പഠിക്കണം. അതാണ് നമ്മൾ ശീലിക്കേണ്ടത്. അതിന് ഏറ്റവും മനോഹരമായൊരു ദൃഷ്ടാന്തം ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ നൽകുന്നുണ്ട്. എപ്രകാരമാണോ ആമ തൻ്റെ അംഗങ്ങളെ ഉൾവലിക്കുന്നത്. ആമ എങ്ങനെയാണ് അംഗങ്ങളെ ഉൾവലിക്കുന്നത്? യഥാ കൂർമോങ്കാനീവ സർവശഃ. പ്രതികൂലമായതിൽ നിന്ന് ഉടനെ പിൻവലിക്കും, അനുകൂലമായതിലേക്ക് പ്രവർത്തിപ്പിക്കും. സാധകൻ എപ്പോഴും ഈ ഒരു ജാഗ്രത വേണം. തൻ്റെ ചുറ്റുപാടുകളെ നല്ല പോലെ നിരീക്ഷിച്ച്
അനുകൂല പ്രതികൂലതകളെ ശരിക്കും മനസ്സിലാക്കി സാധനയ്ക്ക് പ്രതികൂലമായ ഓരോന്നിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കണം. കാരണം സാധനാമാർഗത്തിൽ പോകുമ്പോൾ വിഘ്നങ്ങൾ, ശത്രുക്കൾ നിരന്തരം ഉണ്ടാവും. അത് ഈ ഉപനിഷത്തിൽ ബൃഹദാരണ്യകത്തിൽ ഒരു സന്ദർഭം വരുന്നുണ്ട്. അവിടെ താനൊന്ന് വേറെ, പരമസത്യസ്വരൂപനൊന്ന് വേറെ എന്ന് വിചാരിക്കുന്നവർ ദേവന്മാരുടെ പശുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്യോഹം അന്യോസ്വ ഇതി യോ വേദ ന സ വേദ ദേവാനാം പശുരേവ. അവൻ ദേവന്മാരുടെ പശുവാണ്. ഈ ദേവന്മാരുടെ പശുവാണെന്നുള്ളത് നല്ല വിചാരം ചെയ്യേണ്ട പ്രയോഗമാണ്. നമ്മൾക്ക് പലർക്കും പശുക്കൾ ഉണ്ടാവും. ഉണ്ടോ? വീടുകളിൽ പശു ഉള്ളവർ കൂട്ടത്തിലില്ലേ? ഇല്ല. സമാധാനം. നമുക്ക് വീട്ടിൽ പശു ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കെട്ടിയിട്ടാണ് വളർത്തുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ അവർക്ക് പുല്ല് കൊടുക്കും, വെള്ളം കൊടുക്കും, അത് കൊടുക്കും, ഇത് കൊടുക്കും, എല്ലാം കൊടുക്കും. പക്ഷെ അവരെ കെട്ടിയിട്ട് വളർത്തും. ഈ കെട്ടിയിട്ട് വളർത്തപ്പെടുന്ന അവർക്ക് ഇഷ്ടമാണോ? ഒരിക്കലും അല്ല. ആർക്കും അസ്വാതന്ത്ര്യം ഇഷ്ടമല്ല, പാരതന്ത്ര്യം ആർക്കും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. പക്ഷെ നമ്മളതിനെ കെട്ടിയിട്ട് വളർത്തും. കാരണം അതിൽ നിന്ന് നമ്മൾ പാലെടുക്കും. നമ്മൾ പറയുക നമുക്ക് പശു പാല് തരും എന്നാണ്. പശു പാല് തരുമോ? അറിയില്ല. ഇത് അടുത്തോളം പാല് തന്നുകൊണ്ട് പശു ആർക്കെങ്കിലും പാല് തരുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ കറന്നെടുക്കുക ചെയ്യുന്നത്, പിടിച്ച് വെച്ച് കറന്നെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പറച്ചിൽ കുറയ്ക്കില്ല. പശു നമുക്ക് പാൽ തരുന്നു. പശു ഒരു പാലും തരില്ല. എന്ത് പാലാ തരിക? പിടിച്ച് വെച്ച് കറന്നെടുക്കുക ചെയ്യുക. അപ്പം നമ്മുടെ പശു നഷ്ടപ്പെടുന്നത് നമുക്കിഷ്ടമല്ല. കാരണം തനിക്കത് പാല് അതാണ്. ഇതുപോലെ ദേവന്മാരുടെ പശുവാണ് നമ്മളെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ ദിവസവും സ്വാഹ യജ്ഞങ്ങളിലൂടെ ഹവിസ്സുകൾ അർപ്പിക്കും. അപ്പം അവർക്ക് നിലനിൽക്കാൻ ആവശ്യമായ ഹവിസ് അർപ്പിച്ചുകൊണ്ട് നമ്മളിവിടെ ഇരിക്കും. അപ്പം നമ്മൾ വിട്ടുപോണത് അവർക്ക് ഇഷ്ടാവുമോ? നമ്മൾ ജ്ഞാനിയാവണത് അവർക്ക് ഇഷ്ടാവുമോ? നമ്മൾ ആത്മജ്ഞാനിയാവണത് അവർക്ക് ഇഷ്ടാവില്ലല്ലോ. ആവുമോ? ഒരിക്കലും ഇല്ല. കാരണം തൊഴുത്തിലെ പശുവിൻ്റെ എണ്ണം കുറയുന്നത് അവർക്ക് ഇഷ്ടാവില്ല. അപ്പം അവരെന്ത് ചെയ്യും? നമ്മൾ ജ്ഞാനസാധനാ മാർഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ അത് മുടക്കാൻ വേണ്ടി ആവണതൊക്കെ ചെയ്യും. ദേവന്മാർ പെണ്ണായിട്ട് വരും, ആണായിട്ട് വരും, പണമായിട്ട് വരും, സ്ഥാനമാനങ്ങളായിട്ട് വരും, പലതായിട്ട് വരും. അറിയാതെ പോയി കൊരുക്കും. കൊരുക്കി കഴിഞ്ഞാൽ പിന്നെ കൊരുക്കിയത് തന്നെയാണ്. ഇത് വളരെ ജാഗ്രത നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഏതൊരു സാധകനും ഇതൊന്നും ശ്രദ്ധിക്കുകയേ വേണ്ട. സൂക്ഷ്മമായി പോണില്ലെങ്കിൽ സ്ഥൂലമായിട്ടൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. ഇത് ഒരു സ്ഥൂലമായിട്ട് മനസ്സിലായില്ല. സ്വാമി എന്താ, ഞാൻ രാവിലെ എഴുന്നേൽക്കും, കക്കൂസ് പോവും, പല്ല് തേക്കും, കുളിക്കും, ഒരു അരമണിക്കൂർ നാമം ജപിക്കും സ്വാമി. നല്ലത് തന്നെ. പിന്നെ പണിക്കൊക്കെ പോവും, വൈകുന്നേരം വന്ന് ഒരു അരമണിക്കൂർ നാമമൊക്കെ ജപിച്ച് സുഖമായി കിടന്നുറങ്ങും. എന്ന് തുടങ്ങി, ഓർമ്മ വെച്ച നാൾ തുടങ്ങി, എന്ന് തീരും, ചത്തു പോണവരെ തുടരും. ഒരു പ്രയോജനമില്ല. അങ്ങനെ പോവും. അങ്ങനെ ചെയ്തൊന്നും ഒരു പ്രശ്നമില്ല. ഒരു ദേവനും ഒരു ശല്യവും ചെയ്യില്ല. നേരെ മറിച്ച് സൂക്ഷ്മ സാധനയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോഴായി തടസ്സങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ വരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിരുദ്ധ്യ, നല്ലപോലെ വിചാരം ചെയ്യണം. നിരുദ്ധ്യ, ഇന്ദ്രിയ മനോബുദ്ധികളെ വേണ്ടതുപോലെ നിരോധിച്ച് എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് തുടർന്ന് ചിന്തിക്കാം. അല്പസമയം കഴിയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെയാവും, നോക്കാം. ഏതായാലും അല്പസമയം കഴിഞ്ഞ് ചിന്തിക്കാം.